കുട്ടിക്കാലത്ത് കേട്ട കെട്ടുകഥയിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നറിയാനായി ആമസോൺ കാട് കയറിയ ആൻഡ്രസ് റുസോ. അയാൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ഒരു സംഭവ കഥയിലേക്ക്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നിരവധി കഥകൾ കേട്ടിട്ടുണ്ടാകും. കഥകൾ കേൾക്കാനും വായിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നത്. മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു തരുന്ന കഥകൾ, കൂടാതെ പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, മലർവാടി പോലുള്ള കുട്ടി പ്രസിദ്ധീകരണങ്ങളിൽ വായിച്ചറിഞ്ഞ കഥകൾ. ഇങ്ങനെ കഥകളുടെ ലോകത്ത് ജീവിച്ചിരുന്ന കുട്ടികളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. എന്നാൽ അല്പം മുതിർന്നു കഴിയുമ്പോൾ അതെല്ലാം വെറും കഥയും കഥാപാത്രങ്ങളും മാത്രമാണെന്ന് തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് മടങ്ങി വന്ന് ജീവിക്കുവാനും നാമെല്ലാം ശ്രമിച്ചിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു കഥയെ വളരുവോളം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും വളർന്നു വലുതായ ശേഷം ആ കഥയിലെ യാഥാർത്ഥ്യമറിയാനായി യാത്ര പുറപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. പെറുവിലെ ആമസോൺ അതിർത്തിയിലായിരുന്നു ആൻഡ്രസ് റുസോയുടെ ഗ്രാമം. ചെറുപ്പത്തിൽ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു കഥ മനസ്സിൽ ചെലുത്തിയ സ്വാധീനമാണ് ആൻഡ്രസ് റുസോയെ ഭൂമിശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്ക് പ്രേരിപ്പിച്ചത്. റുസോയുടെ സ്വദേശമായ പെറുവിൽ അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഒരു നാടോടിക്കഥയായിരുന്നു ഇൻകോ സാമ്രാജ്യത്തിന്റെ കഥ. കൊളംബിയയിലെ ശക്തവും സ്വർണം കൊണ്ട് സമ്പന്നവുമായ ഒരു സാമ്രാജ്യമായിരുന്നു ഇൻകോ. അക്കാലത്ത് യുദ്ധക്കൊതിയന്മാരായിരുന്നു സ്പാനിഷുകാർ. അവർ മറ്റു രാജ്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അവരുടെ സ്വത്തുവകകൾ കൈക്കലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിനോദമായിരുന്നു. അങ്ങനെ നിരവധി യുദ്ധവിജയങ്ങൾക്ക് ശേഷം സ്പാനിഷുകാർ ഇൻകോ സാമ്രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇൻകോ സാമ്രാജ്യത്തിലെ സ്വർണ സമ്പത്ത് കൈയടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ശക്തമായ സാമ്രാജ്യമായിരുന്നു ഇൻകോ എങ്കിലും ഇൻകോ രാജാവ് വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. പരിചയസമ്പന്നരായ സ്പാനിഷ് സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ ഇൻകോ സാമ്രാജ്യത്തിനായില്ല. സ്പാനിഷുകാർ ജയിച്ചു കയറി. അവസാനത്തെ ഇൻകോ രാജാവിനെയും വധിച്ച് അവർ മടങ്ങിപ്പോയി. ആമസോൺ മഴക്കാടുകൾ വഴിയായിരുന്നു അവരുടെ മടക്കയാത്ര. എന്നാൽ അവരാരും മഴക്കാടുകളുടെ മറുവശത്തെത്തിയില്ല. വനത്തിന് കുറുകെയുള്ള നദി നീന്തി കടക്കവേ നദിയിലെ തിളച്ച വെള്ളത്തിൽ വെന്ത് മരിക്കുകയായിരുന്നു. അത് ഇൻകോ രാജാവിന്റെ ശാപമായിരുന്നു എന്നാണ് കഥാസാരം. എന്നാൽ ഈ കഥ മനസ്സിൽ ചെലുത്തിയ സ്വാധീനം കുഞ്ഞു റുസോയുടെ മനസ്സിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചു. ആമസോൺ വനത്തിനുള്ളിൽ ഇങ്ങനെ തിളയ്ക്കുന്ന ജലമുള്ള ഒരു നദിയുണ്ടോ എന്ന സംശയം കുഞ്ഞു റുസോയുടെ മനസ്സിൽ ഉടലെടുത്തു. സംശയം മുത്തച്ഛനോട് തന്നെ ചോദിച്ചു. ഏതൊരു കഥയ്ക്കും ഒരു ഉത്ഭവമുണ്ടാകും. ഒരു പക്ഷേ ആമസോൺ വനത്തിനുള്ളിൽ ആരെങ്കിലും ഇങ്ങനെയൊരു തിളയ്ക്കുന്ന ജലമുള്ള നദി കണ്ടിട്ടുണ്ടാകാം. അതായിരിക്കാം ഇങ്ങനെയൊരു കഥയ്ക്ക് ആധാരമായത് എന്നായിരുന്നു മുത്തച്ഛന്റെ മറുപടി. അങ്ങനെയൊരു നദിയുണ്ടെങ്കിൽ അത് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു പിന്നീട് റുസോയ്ക്കുണ്ടായിരുന്നത്. അന്ന് മുതൽ അവൻ ആ നദിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടു. അത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്നും അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നുമായിരുന്നു എല്ലാവരും റുസോയോട് പറഞ്ഞത്. എന്നാൽ ആ മറുപടികൾ കൊണ്ട് റുസോ തൃപ്തനായിരുന്നില്ല. പിന്നീട് ഭൂമിശാസ്ത്ര മേഖലയിൽ എവിടെയെങ്കിലും ഈ നദിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ എന്നറിയാനായി റുസോ നിരവധി പഠനങ്ങൾ നടത്തി. അങ്ങനെ നിരവധി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം പെറുവിലെ അറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞനായി മാറി ആൻഡ്രസ് റുസോ. തന്റെ പഠനകാലത്തും ഗവേഷണ കാലത്തുമൊക്കെ റുസോ അന്വേഷിച്ചത് ഈ ബോയിലിംഗ് റിവറിനെ കുറിച്ചായിരുന്നു. അങ്ങനെയൊരു നദിയെക്കുറിച്ച് ഭൗമശാസ്ത്രജ്ഞർക്കും അറിവില്ലായിരുന്നു. കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയിൽ തിളയ്ക്കുന്ന ജലമുള്ള ഒരു തടാകമുണ്ട്. അഗ്നിപർവ്വത മേഖലകൾക്ക് സമീപത്താണ് ഈ തടാകം. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചൂടുള്ള ലാവയാണ് ഈ തടാകത്തിലെ വെള്ളത്തെ തിളപ്പിക്കുന്നത്. എന്നാൽ അഗ്നിപർവ്വത മേഖലയിൽ നിന്നും ഏറെ അകലെയായതിനാൽ ആമസോൺ മഴക്കാടുകളിൽ ഇങ്ങനെ തിളയ്ക്കുന്ന ജലമുള്ള ഒരു നദിയുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഭൗമശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടത്. പക്ഷെ ഇങ്ങനെയൊരു നദിയുണ്ടോ ഇല്ലയോ എന്നറിയാതെ റുസോയുടെ മനസ്സിലെ സംശയം നീങ്ങുമായിരുന്നില്ല.
സംശയ നിവാരണത്തിനായി കാട് കയറാൻ തന്നെ ആൻഡ്രസ് റുസോ തീരുമാനിച്ചു. പക്ഷേ ആമസോൺ വനത്തിലേക്കുള്ള അന്വേഷണ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വന്യജീവികൾ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളും വനയാത്രയ്ക്ക് തടസ്സമായിരുന്നു. റുസോയുടെ മാതൃ സഹോദരി പലപ്പോഴും വനവിഭവങ്ങൾ ശേഖരിക്കാനായി ആമസോൺ കാടുകൾക്കുള്ളിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ്രസ് റുസോയുടെ മനസ്സിലെ സംശയം നീക്കാനായി റുസോയ്ക്ക് വഴികാട്ടിയാകാൻ മാതൃ സഹോദരി തീരുമാനിച്ചു. അറിയാവുന്ന വഴികളിലൂടെ അവർ യാത്രയായി. ദുർഘടമായ പാതകൾ താണ്ടി മറ്റു പ്രതിസന്ധികളെ അതിജീവിച്ച് ചുരുങ്ങിയ ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി. ആൻഡ്രസ് റുസോ അന്വേഷിച്ചു കൊണ്ടിരുന്ന തിളയ്ക്കുന്ന ജലമുള്ള നദി അവർ കണ്ടെത്തി. ആ നദിയിലെ ജലത്തിൽ വെന്തുചത്ത വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ട് ആൻഡ്രസ് റുസോ അത്ഭുതപ്പെട്ടു. 2011 നാടോടി കഥകളിൽ മാത്രം കേട്ട് പരിചയമുള്ള മായിൻഡിയാഗു നദി ആൻഡ്രസ് റുസോ കണ്ടെത്തുന്നത്. അപ്പോഴും ഒരു സംശയം ബാക്കിയായിരുന്നു. എങ്ങനെയാണ് ഈ നദിയിലെ ജലം തിളയ്ക്കുന്നത്? അതിനുശേഷം ആ നദിയെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള കാടുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും ആൻഡ്രസ് റുസോ നിരവധി ഗവേഷണങ്ങൾ നടത്തി. പഠനഫലങ്ങൾ ദ ബോയിലിംഗ് റിവർ അഡ്വഞ്ചർ ആൻഡ് ഡിസ്കവറി ഇൻ ദ ആമസോൺ എന്ന തന്റെ പുസ്തകത്തിലൂടെ ആൻഡ്രസ് റുസോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഭൂമിക്കടിയിലെ ജിയോ തെർമൽ താപോർജ്ജമാണ് നദിയിലെ ജലത്തെ തിളപ്പിക്കുന്നത്. നദി ഒഴുകുന്ന ഭാഗങ്ങളിലെ ഭൂമിയിൽ നിരവധി വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളിലൂടെ നദിയിലെ ജലം ഭൂമിക്കടിയിലേക്ക് പ്രവഹിക്കുകയും അവിടെയുള്ള ചൂടിനെ മുകളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ഇതാണ് ഈ നദിയിലെ ജലം തിളയ്ക്കാൻ കാരണമാകുന്നത്. എന്നാൽ എല്ലാ സമയവും നദിയിലെ ജലത്തിൽ ഈ ചൂട് അനുഭവപ്പെടാറില്ല. പ്രഭാത സമയങ്ങളിലൊക്കെ സാധാരണ തണുത്ത ജലമാണ് നദിയിലൂടെ ഒഴുകാറുള്ളത്. ഭൂമിക്കടിയിലെ താപത്തിന്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നദിയിലെ ജലത്തിന്റെ ചൂടും വ്യത്യാസപ്പെട്ടിരിക്കും. 4 മൈൽ നീളമുള്ള മായിൻഡിയാഗു നദി അഷാനിങ്ക ഗ്രാമത്തിലൂടെയാണ് ഒഴുകുന്നത്. 82 അടിയോളം വീതിയും 16 അടിയോളം ആഴവും ഈ നദിക്കുണ്ട്. കെട്ടുകഥയുടെ പൊരുൾ തേടിയുള്ള ഈ യാത്രയിലൂടെ ആൻഡ്രസ് റുസോ കണ്ടെത്തിയത് അതുവരെ ലോകമറിയാതെ കിടന്നിരുന്ന ഒരു അത്ഭുത ശാസ്ത്ര സത്യമായിരുന്നു. ഇനിയും കൗതുകകരമായ കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഇടവേള.